മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രഭാത വിചാരത്തിന്റെ ഈ എപ്പിസോഡ് 10-12 ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ പരീക്ഷാ ഫലം വന്ന് സന്തോഷത്തിലും ആനന്ദത്തിലും തിമിർപ്പിലുമായിരിക്കുമ്പോൾ ചെറിയൊരു വിഭാഗമെങ്കിലും ഏറെ പിരിമുറുക്കങ്ങളിലും സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടാവും. അതിൻ്റെ കാരണം അവർ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഫുൾ A+ കൈവരിക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും ഒരു ചെറിയ നിരാശ അവരുടെ ഹൃദയത്തിലുണ്ടാകും. അപ്രതീക്ഷിതമായി ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് വലിയ സന്തോഷവും ഈ വർഷം കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ട A+കളെ ഓർത്ത് സമ്മർദ്ദത്തിലാകരുത് മക്കളെ. ജീവിതത്തിൽ നമ്മുടെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത് A+ അല്ല, നിശ്ചയദാർഢ്യത്തോടും നിതാന്ത പരിശ്രമത്തോടും കൂടിയുള്ള നമ്മുടെ സമീപനങ്ങളും പ്രവർത്തന പദ്ധതികളുമാണ്. മാതാപിതാക്കൾ ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് പരാതി പറയാം. നോക്കൂ, തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞ് അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ, നിന്റെ കൂട്ടുകാരി ഫുൾ A+ വാങ്ങി ഏറ്റവും മികച്ച വിജയം കൈവരിച്ചിരിക്കുക. നീയും അവനോടുകൂടെ പഠിച്ചതാണ്, നീ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്നിട്ട് ആ വിജയം നിനക്ക് നേടാനായിട്ട് സാധിച്ചില്ല എന്ന് താരതമ്യം ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണത്. പരീക്ഷയിൽ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷാ ഫലമാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുക എന്ന് ആരൊക്കെയോ എപ്പോഴൊക്കെയോ പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത കടന്നുകൂടിയിട്ടുണ്ട്. അത് കാലങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന ഒരു ചിന്തയാണ്. എന്നാൽ ഈ പരീക്ഷകളിൽ ഫുൾ A+ കൈവരിക്കുന്നതോ മികച്ച വിജയം കൈവരിക്കുന്നതോ മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയുക. വന്നുപോയ പിഴവുകളും കുറവുകളും പരിഹരിക്കാനുള്ള ഒരു മനസ്സ് തീർച്ചയായിട്ടും വേണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പിരിമുറുക്കത്തിലും സമ്മർദ്ദത്തിലും ആഴ്ന്നു പോകാതിരിക്കാൻ പ്രത്യേകം കരുതലുള്ളവരായിരിക്കണം. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ജയപരാജയങ്ങളല്ല നമ്മുടെ ആത്യന്തികമായി ജീവിത വിജയത്തെ നിശ്ചയിക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തും നമുക്കൊരു ലോകമുണ്ട്. A+കളുടെ വിസ്മയിപ്പിക്കുന്ന ലോകത്തിനപ്പുറത്ത് മറ്റൊരു ലോകമുണ്ട്. അത് അനുഭവങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയുമാണെന്ന് തിരിച്ചറിയണം. വിജയവും നേട്ടവും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്, പരാജയങ്ങളുമുണ്ട്, നഷ്ടങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെ ഫലമല്ല ആത്യന്തികമായി ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. A+കളെക്കാളും വമ്പൻ വിജയങ്ങളെക്കാളും നേട്ടങ്ങളുടെ സാക്ഷ്യപത്രങ്ങളെക്കാളും വലുതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാകണം. പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിവ് കുറഞ്ഞവരാകുന്നില്ല. പഠനത്തിൽ അല്പം പോരായ്മ വന്നാലും
ജീവിതത്തിന്റെ മറ്റു തലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിവ് തെളിയിച്ചവർ തന്നെയാണ്. അതുകൊണ്ട് അവരെ ആ രീതിയിൽ കാണുവാനും കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരോടുകൂടി ആയിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയും അവരുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുകയും അവരുടെ കഴിവുകളിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കൂടുതൽ നേടാൻ സാധിക്കാത്തതിലല്ല, നിന്റെ കഴിവിന്റെ പരമാവധി നിനക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി ഉത്സാഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ജീവിതത്തെ സന്തോഷഭരിതമാക്കുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. വിജയത്തിലെ സന്തോഷം പോലെ തന്നെ ഇനി പരാജയത്തിലും നമുക്ക് സമാധാനിക്കാൻ സാധിക്കണം. നമ്മളുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ് നമ്മളുടെ പരീക്ഷാ ഫലമെങ്കിൽ അതിൽ അമിതമായി ആനന്ദിക്കുകയോ നിരാശപ്പെടുകയോ തളർന്നു പോവുകയോ ചെയ്യാതെ സമചിത്തതയോടെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. പരാജയങ്ങൾ നേരിട്ടിട്ടുള്ളവരെ നിരാശയിലേക്ക് തള്ളിവിടാതെ അവരെ നമ്മളോട് ചേർത്ത് പിടിച്ച് വിജയത്തിന്റെ വഴിയിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായിട്ട് തീരുക. വിജയം കൈവരിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും, നന്നായി പരിശ്രമിച്ച എല്ലാ മക്കളെയും അഭിനന്ദനങ്ങൾ അറിയിക്കുക. ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും പരീക്ഷാ ഫലത്തിൽ കുറവ് തോന്നുന്ന കുഞ്ഞുങ്ങൾക്ക് സർവേശ്വരൻ കൂടുതൽ അവസരങ്ങളും കൂടുതൽ കഴിവുകളും നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അഖിലാണ്ട ദേവ സർവാംഗ സുന്ദരനെ സ്തുതിക്കുന്നു ഞാനെന്നും സർവശക്തിയാൽ. അഖിലാണ്ട ദേവ സർവാംഗ സുന്ദരനെ സ്തുതിക്കുന്നു ഞാനെന്നും സർവശക്തിയാൽ. ആദിയും അന്തവും ആൽഫയും ഓമേഗയും നീ മാത്രം പ്രഭു എന്നും ഈ ധരയിൽ. തുംഗപ്രതാപമുള്ള നിൻ തിരുമുഖം ദർശിക്കുവാൻ എന്നിൽ കൃപയരുള്ളൂ. തുംഗപ്രതാപമുള്ള നിൻ തിരുമുഖം ദർശിക്കുവാൻ എന്നിൽ